ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ആക്റ്റീവ 5G വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ആക്സിലേറ്റർ കൊടുക്കുമ്പോഴത്തേക്ക് ഓഫ് ആയിപ്പോൾ, അല്ലെങ്കിൽ ആക്സിലേറ്റർ കൈ കുറയ്ക്കുമ്പോൾ ഓഫ് ആവുക, അങ്ങനത്തെ കംപ്ലയിൻറ്റ്സാണ് പറഞ്ഞതാണ് മെയിനായിട്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മൾ കാർബറേറ്ററിൻ്റെ ഭാഗമാണ് അതിൻ്റെ പ്രോബ്ലം കാണിച്ചാണ്. കാർബറേറ്റർ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ കാർബറേറ്ററിനകത്ത് തന്നെ ഈ സ്ലോ ജെറ്റൊക്കെ ബ്ലോക്ക് ആയേക്കാണ്. അപ്പോൾ നമുക്ക് കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം, സ്ലോ ജെറ്റ് മാറ്റാം. അതാണ് നമുക്ക് അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാര മാർഗ്ഗം കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ കാർബറേറ്ററിൻ്റെ അടിയിലെ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ അറിയാം, അത്യാവശ്യം ഈ വെള്ള പൊടി പോലെ അങ്ങനെ ഫംഗസ് പിടിച്ചാണ് ഒരു അവസ്ഥയിലാണ് കാർബറേറ്ററിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ കേട്ടോ. കാരണം അത് ഈ പെട്രോളിൽ വരുന്ന കെമിക്കലുമായി ബന്ധപ്പെട്ട റിയാക്ഷനാണ് അതിനകത്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് ക്ലീനർ വെച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഫ്ലോട്ട് വാൽവിൻ്റെ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ട്. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റാട്ടോ. അതിൻ്റെ ഉള്ളിൽ ആ നോസിൻ്റെ ഉള്ളിൽ കൂടെ, ആ ചെറിയ ഹോളിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ക്ലീനർ വെച്ചിട്ട് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് സ്ലോ ജെറ്റ് മാറ്റി റീസെറ്റ് ചെയ്യാം. പിന്നെ സെൽഫ് സ്റ്റാർട്ട് ആവണ കംപ്ലയിൻറ്റും പറഞ്ഞിട്ടുണ്ട്, സെൽഫ് എടുക്കുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റും പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ നോക്കുമ്പോൾ ബാറ്ററിയൊക്കെ ഇരിക്കുന്നത് വലിയ പഴക്കമില്ലാത്ത ബാറ്ററിയാണ്. 2023 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. നിലവിൽ ബാറ്ററിയുടെ വോൾട്ട് കാണിക്കുന്നത് 12.95 വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴും നിലവിൽ ഓക്കെ ആയിട്ട് തന്നെ കാണിക്കണേ. അപ്പോൾ ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. സെൽഫ് സ്റ്റാർട്ട് അടിച്ചാലും കിട്ടുന്നില്ല, കിക്കർ അടിച്ചാലും വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല എന്ന് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു കംപ്ലയിൻ്റ് ഇല്ല. നിലവിൽ ഈ കാർബറേറ്ററുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻ്റാണ് മെയിനായിട്ട് കാണിച്ചാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ അത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ജനറലായിട്ട് സർവീസോ വേറെ യാതൊരു കംപ്ലയിൻറ്റുകളും ഓർഗനൈസൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ജനറൽ സർവീസൊക്കെ ആയിട്ടാണ് പറഞ്ഞാലാണ് വണ്ടി ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, എസ്റ്റിമേറ്റും കാര്യങ്ങളും വീഡിയോ അടക്കം വാട്സാപ്പിനകത്തേക്ക് സെൻഡ് ചെയ്തിടാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ.